friends, welcome to English Mithra and welcome to FAQ session. അപ്പോൾ നമുക്ക് ഇന്നത്തെ FAQ സെഷൻ സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ ആര് പറയും? ചോദിച്ചോ. ഓക്കെ. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ എന്നെങ്ങനെ ഇംഗ്ലീഷിൽ ചോദിക്കാം? You can ask, can you hear me? Or am I audible? Am I audible? That is also great. Am I audible? Can you hear what I'm saying? Yeah, I can hear what I'm saying. Yes. This is also right. So, am I audible is better. Yeah. I think that's what Am I audible is a little more formal also. Formal also, yes. Yeah. അടുത്തത് ചോദിച്ചോ. നിങ്ങൾക്ക് ഏത് ബസ് സ്റ്റോപ്പിലാണ് ഇറങ്ങേണ്ടത്? ഓക്കെ. നിങ്ങൾക്ക് ഏത് ബസ് സ്റ്റോപ്പിലാണ് ഇറങ്ങേണ്ടത്? സോ വിച്ച് ബസ് സ്റ്റോപ്പ് ഡു യു വാണ്ട് ടു ഗെറ്റ് ഓഫ് അറ്റ്? അല്ലെങ്കിൽ യു ക്യാൻ സേ വേർ വിൽ അതെ വിച്ച് ബസ് സ്റ്റോപ്പ് ഡു യു വാണ്ട് ടു ഗെറ്റ് ഓഫ് അറ്റ് ആൻഡ് അതർവൈസ് വിച്ച് ബസ് സ്റ്റോപ്പ് ഡു യു വാണ്ട് ടു ഗെറ്റ് ഓഫ് എന്ന് ചോദിക്കാം. ദാറ്റ് മേക്സ് ഇറ്റ് മോർ കറക്റ്റ്. കാരണം അവിടെ അറ്റ് വേണം ടു ഷോ ദാറ്റ് ഇറ്റ്സ് എ പ്ലേസ് ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ദർ ഷുഡ് ബി അറ്റ്. ബട്ട് യു ക്യാൻ ഓൾസോ ആസ്ക് ദിസ്. ഇതിനകത്ത് തന്നെ വേറൊരു ക്വസ്റ്റ്യൻ ആണ്, നിങ്ങൾ എവിടെയാണ് ഇറങ്ങുന്നത് അല്ലെങ്കിൽ നിങ്ങൾ എവിടെ ഇറങ്ങും? Where will you get off? Where will you get off? ഇനി അടുത്ത് ചോദിച്ചിരിക്കുന്നത് ഇത്രയും ഉള്ളോ? ഇത്രേ ഉള്ളോ? Is that it? Is that it? Is that all? Is that all? Is that it? ഇത്രേ ഉള്ളോ? ഇത് മാത്രമേ ഉള്ളൂ എന്നുള്ളത്. ഓക്കെ. Next question. ഷുഡ് ഏത് ഇന്റൻഷൻ അത് കഴിഞ്ഞിട്ട് ഇല്ലിട്ടേക്കാണ് മലയാളത്തിൽ, അത് വായിക്കാൻ പറ്റുന്നത്. ഈ ഷുഡ് ഏത് ഇന്റൻഷനിൽ ആണ് യൂസ് ചെയ്യുക എന്നെങ്ങനെയാണ് ഡിഫറൻഷിയേറ്റ് ചെയ്യുക? ഓക്കെ, അതായത് ബേസിക്കലി ഇവിടെ ചോദിച്ചേക്കുന്നത് ഷുഡിന് പല യൂസേജ് ഉള്ളതുകൊണ്ട് ഇതിൽ ഏത് യൂസേജ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഷുഡിന്റെ വീഡിയോ ഇല്ല, അതിന്റെ താഴെ വന്ന കോമന്റ് ആണ്. ഓക്കെ ഓക്കെ. അപ്പോൾ ഷുഡിന് ഇപ്പം രണ്ട് യൂസേജസ് ഉണ്ടെന്ന് വിചാരിക്കുക. നമ്മൾ എന്താണോ കേൾക്കുന്നത് അതിൽ നിന്ന് നമുക്ക് മീനിങ് മനസ്സിലാക്കി സിറ്റുവേഷനിൽ നിന്ന് നമുക്ക് ഇന്റൻഷൻ മനസ്സിലാക്കാൻ പറ്റും ഏത് രീതിയിലാണ് ഷുഡ് യൂസ് ചെയ്തേക്കുന്നതെന്ന്. രണ്ടാമത് ടോൺ യൂസ് ചെയ്ത് മനസ്സിലാക്കാൻ പറ്റും അല്ലെ, വോയിസ് മോഡുലേഷൻ. അതെ, ഇപ്പം രേവതി പറയുക ജോൺ ഇവിടെ ഇത്ര മണിക്ക് എത്തേണ്ടതാണെങ്കിൽ എങ്ങനെ പറയും? ജോൺ ഷുഡ് ബി ഹിയർ ബൈ 2 PM എന്ന് പറയും. ഓക്കെ, പക്ഷേ നമ്മുടെ ഓഫീസിലുള്ള ഒരാളാണ് ജോൺ എന്ന് വിചാരിക്കുക. നമ്മുടെ ലഞ്ച് ബ്രേക്ക് 1 to 2 ആണ്. അപ്പം 2 ആകുമ്പോഴത്തേക്കും ജോൺ എത്തിയിട്ടില്ല. അപ്പം എങ്ങനെയായിരിക്കും പറയാ? ജോൺ ഷുഡ് ബി ഹിയർ ബൈ 2 PM. അതെ, അപ്പൊ ആ ടോൺ കണ്ടോ, ആ ഒരു ഡിഫറൻസിയേഷൻ നമുക്ക് മനസ്സിലാവുന്നില്ലേ? എഴുതിയേക്കുന്നതിൽ നിന്നാണെങ്കിൽ നമുക്ക് മീനിങ് വെച്ച് തന്നെയാണ് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. സ്പോക്കണിലാണെങ്കിൽ നമുക്ക് മീനിങ് ആൻഡ് ടോൺ രണ്ട് സിറ്റുവേഷനും കൂടി വെച്ച് വോയിസ് മോഡുലേഷൻ ഒക്കെ വെച്ചിട്ട് മനസ്സിലാക്കേണ്ടതാണ്. യെസ്. ഓക്കെ, ഇനി അടുത്തത് ചോദിച്ചോ. എന്നെ ഞാനാക്കിയത് ഈ ജോലിയാണ്. എന്നെ ഞാനാക്കിയത് ഈ ജോലി കൊണ്ടാണെന്നാണ് ആദ്യം എഴുതിയിരിക്കുന്നത്. പക്ഷെ എനിക്ക് ആ ഒരു സ്ലാങ് മനസ്സിലായില്ല, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ആക്കിയത്. എന്നെ ഞാനാക്കിയത് ഈ ജോലിയാണ്. ദിസ് ജോബ് മേഡ് മീ ഹൂ ഐ ആം. അതാണ് എന്നെ ഞാനാക്കിയത് ഈ ജോലിയാണ്. ദിസ് ജോബ് മേഡ് മീ ഹൂ ഐ ആം ടുഡേ. കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും, മേക്സ് മോർ സെൻസ്. ഓക്കെ, ഇത് പല സിറ്റുവേഷനിൽ ഉപയോഗിക്കാം അല്ലേ? ലൈക്ക് you can say the education I received made me who I am today. My parents made me who I am today. My friends അല്ലെങ്കിൽ my mentor made me who I am today. Yes. ഇതൊക്കെ നമുക്ക് പറയാം. ഓരോ സിറ്റുവേഷൻ ബേസ് ചെയ്ത് നിങ്ങൾക്ക് പറയാം. എന്നെ ഞാനാക്കിയത് ഇന്ന കാര്യമാണ്. Yeah, my wife made me who I am today. My husband made me who I am today. You can say anything. Yeah. ഇനി അടുത്തത്, ഞാൻ വിളിച്ചത് ഡിസ്റ്റർബൻസ് ആയോ എന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഡിസ്റ്റർബ് ആയോ, ഞാൻ നിങ്ങളെ ഡിസ്റ്റർബ് ചെയ്തോ, അതാണ് ക്വസ്റ്റ്യൻ. Did I disturb you മാത്രം ചോദിച്ചാൽ it's already understood. വിളിച്ചിട്ട് ചോദിക്കുകയാണ് did I disturb you, അപ്പോൾ അത് മതി. That is more than enough. But if you want to elaborate, പിന്നെ did I disturb you with this call? Did I disturb you? Did I disturb you with this call? Do you get when disturbed? I called? Did you get disturbed when I called you? When I called you. അതും കറക്റ്റ് ആണ്. ബട്ട് ബെറ്റർ എപ്പോഴും സിമ്പിൾ ആയിട്ട് ഡിഡ് ഐ ഡിസ്റ്റർബ് യു എന്ന് പറയുന്നത് തന്നെ. ഒത്തിരി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പോകണ്ട. ഓക്കെ, അടുത്ത ചോദ്യം ഞാനാണ്. Can you explain the usage get over someone? Okay. Get over someone is to get over a bad experience with someone. അതായത് എന്തെങ്കിലും ഒരാളുടെ കയ്യിൽ നിന്ന് നമുക്കൊരു ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടായി അതിനെ മറികടക്കുക എന്നുള്ളത്. ഫോർ എക്സാമ്പിൾ ലൈക്ക് someone had a bad relationship and they broke up. അവർ ബ്രേക്കപ്പ് ചെയ്തു. അപ്പോൾ നമ്മൾ പറയാണ് you should get over him എന്ന് വെച്ചാൽ അവനെ മറികടന്ന് അല്ലെങ്കിൽ അവളെ മറികടന്ന് പോകണം, അതാണ് പറയുന്നത്. സോ get over someone എന്ന് വെച്ചാൽ to forget someone and move forward. ഒരാളെ മറന്നിട്ട് മുന്നോട്ട് പോവുക അല്ലെങ്കിൽ ആ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് മറികടന്ന് മുന്നോട്ട് പോവുക എന്നുള്ള അർത്ഥത്തിലാണ് ഈ ഒരു ഫ്രേസൽ വെർബ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇറ്റ്സ് എ വെരി ഗുഡ് ഫ്രേസൽ വെർബ്. ഗെറ്റ് ഓവർ someone ആണ് അത് സ്പെസിഫിക്കലി. ഗെറ്റ് ഓവർ സംതിങ് ആണെങ്കിൽ ഒരു ബാഡ് എക്സ്പീരിയൻസിൽ നിന്നോ
അല്ലെങ്കിൽ ഒരു ഇൽനെസ്സിൽ നിന്നോ ഒക്കെ മറികടന്ന് മുന്നോട്ട് പോകുന്നതിന് നമുക്ക് ഗെറ്റ് ഓവർ സംതിങ് എന്ന് പറയാം. പിന്നെ ഡിയർ മാം ഞാൻ അയക്കാം എന്നതിന് ഐ മേ സെൻഡ് ഓർ ഐ വിൽ സെൻഡ് ആണോ? ഓക്കെ, ഞാൻ അയക്കാം എന്ന് പറയുമ്പം ഐ മേ സെൻഡ് എന്ന് വരില്ല. എന്നിപ്പോ അവിടെ വരുന്നത് ഞാൻ അയച്ചേക്കും. അതൊരു സാധ്യത മാത്രം നമ്മളോട് പറയുന്നത്. ഞാൻ അയക്കാൻ സാധ്യത ഉണ്ടെന്നുള്ള പോലെയാണ് നമ്മളോട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഐ വിൽ സെൻഡ് എന്ന് പറയുമ്പോൾ ഞാൻ അയക്കും എന്നായി. ഞാൻ അയക്കും, ഞാൻ ഉറപ്പായിട്ടും അയക്കും എന്നാണെങ്കിൽ ഐ വിൽ സെൻഡ് ഇറ്റ് എന്നുള്ള പോലെ ആവും. ഓക്കെ, ഞാൻ അയക്കാം എന്നുള്ളതാണെങ്കിൽ ഐ ഷാൽ സെൻഡ് ഇറ്റ്. ഞാൻ അയച്ചേക്കാം, ഞാൻ അയക്കാം, ഞാൻ ചെയ്യാം അല്ലെങ്കിൽ ഞാൻ അയക്കാം, ഇങ്ങനത്തെ ഒരു ടോണില്ലേ, ലൈക്ക് കുറച്ചുകൂടി പൊളൈറ്റ് ആയിട്ട് കുറച്ചുകൂടി താഴ്ന്നു നിന്ന് സംസാരിക്കുന്ന ആ സമയത്തൊക്കെ നമ്മൾ ഐഷാലാണ് യൂസ് ചെയ്യേണ്ടത്. ഐ ഷാൽ ഡു ഇറ്റ്, ഞാനത് ചെയ്തേക്കാം, ഞാനത് അയച്ചേക്കാം, നമുക്ക് പോയാലോ, ഷാൽ വി ഗോ, അവിടെയൊക്കെ നമ്മൾ ഷാലല്ലേ ഉപയോഗിക്കുന്നത്. അപ്പൊ അതേപോലെ തന്നെയുള്ളൂ. ഓക്കെ, ആർ യു അവേക്ക് എന്നതിന് പകരം ഡിഡ് യു വേക്ക് അപ്പ് എന്നത് ശരിയാണോ? ഇത് എൻ്റെ ഒരു വീഡിയോയുടെ താഴെ വന്ന കോമെന്റ് ആണെന്ന് എനിക്ക് തോന്നുന്നു. അതിനകത്തെ ഫസ്റ്റ് കാര്യം തന്നെ ആർ യു അവേക്ക് എന്നുള്ള ആ ഒരു ക്വസ്റ്റ്യൻ കൊണ്ട് എന്താ മീൻ ചെയ്യുന്നതെന്നുള്ളതായിരുന്നു. ഓക്കെ, ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ആർ യു അവേക്കും ഡിഡ് യു വേക്കപ്പ് ആക്ച്വലി രണ്ട് കാര്യങ്ങളാണ്. ഇപ്പം നമ്മൾ ഒരാളെ വിളിച്ചോ, അയാൾ ഫോൺ എടുത്ത് സംസാരിക്കാൻ നമ്മൾ നീ ഉണർന്നിരിക്കുമായിരുന്നോ, അപ്പോഴാണ് ആർ യു അവേക്ക് ചോദിക്കുന്നത്. നീ ഉണർന്നിരിക്കുവാണോ, ആർ യു അവേക്ക്. പക്ഷെ നമ്മൾ ഒരാളെ വിളിച്ചിട്ട് ആ ആൾ ഉറക്കത്തിൽ നിന്ന് എണീറ്റ് അപ്പം ഡിഡ് യു വേക്ക് അപ്പ്, നീ എണീറ്റോ എന്നാണ് ചോദിക്കുന്നത്. നീ എണീറ്റോ, നീ ഉണർന്നിരിക്കുകയാണോ, കേൾക്കുമ്പോൾ രണ്ടും ഒരുപോലെ തോന്നുമെങ്കിലും ബട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സിറ്റുവേഷൻസ് ഡിഫറെൻ്റ് അല്ലേ. നമ്മൾ ഒരാളെ ഇപ്പം അമ്മയാണെങ്കിൽ നമ്മളെ വന്ന് വിളിച്ചുണർത്താന്ന് വിചാരിക്കും രാവിലെ, ആർ യു അവേക്ക് അല്ലല്ലോ ചോദിക്കുന്നത്. വേക്കപ്പ് എന്ന് പറയും. ഡിഡ് യു വേക്കപ്പ് എന്ന് ചോദിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം നീ ഉറക്കത്തിൽ നിന്ന് എണീറ്റോ എന്നാണ്. നീ ഉണർന്നിരിക്കുവാണോ എന്ന് ചോദിക്കുമ്പോഴാണ് ഉറങ്ങേണ്ട സമയത്ത് ഉണർന്നിരിക്കും. ഇപ്പം വെളുപ്പിന് 2 മണിക്കൊക്കെ ഒരാളെ വിളിക്കുമ്പോൾ അയാള്, അപ്പൊ അവിടെ നീ ഇതുവരെ ഉറങ്ങിയില്ലേ എന്നുള്ളൊരു സാധനം. അപ്പം എനിക്ക് തോന്നുന്നു ആ ഒരു മലയാളം ട്രാൻസ്ലേഷനിൽ വന്നൊരു കൺഫ്യൂഷൻ ആണെന്ന് തോന്നുന്നു. യാ, ശരി. അടുത്ത ക്വസ്റ്റ്യൻ. I had bathed him or I had bathed him when he came. ഇത് ശരി. I had bathed when he came. ഇത് ശരിയാണോ? I had a bath. I had a bath when like I had a bath when he came. It doesn't make sense either way. Yeah, but I think he should be telling I had taken a bath when he came. That makes sense because that make a little more sense. അതായത് അവൻ വന്നപ്പോഴേക്കും ഞാൻ കുളിച്ചു കഴിഞ്ഞാൽ I had taken a bath എന്നാണ് പറയുന്നത്. I had bathed എന്ന് വരില്ല. I had taken a bath. I took a bath എന്നല്ലേ നമ്മൾ പറഞ്ഞില്ല. I bathed എന്ന് നമ്മൾ പറയില്ലല്ലോ. I bathed my child. I bathed my child എന്ന് പറയും. എൻ്റെ കുട്ടീനെ ഞാൻ കുളിപ്പിച്ചു എന്ന് പറയും. അത് നമ്മൾ വേറെ ആളെ കുളിപ്പിക്കും. അതാണ് I bathed him എന്ന് പറഞ്ഞത്. സോ ഇത് നമ്മൾ വേറെ ആളെ കുളിപ്പിക്കുമ്പോഴാണ് ആ ഒരു വാക്ക് യൂസ് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ കുളിച്ചു അല്ലെങ്കിൽ നമ്മൾ ഇത് ചെയ്തെന്ന് പറയുമ്പോൾ I had taken a bath അല്ലെങ്കിൽ അവൻ കുളിച്ചു he took a bath എന്നാ പറയുന്നത്. ഓക്കെ, ടേക്കൺ അവിടെ വരണം. ഓക്കെ ഓക്കെ, അടുത്തത് വി ആർ ഒന്നാണോ? വിയും ആറും ഒന്നാണ് അല്ല. വിയും ആറും ഒന്നല്ല. വി എന്ന് പറയുമ്പോൾ നമ്മൾ ലൈക്ക് നമ്മൾ, വി നമ്മൾ. ആണെന്ന് പറയുമ്പോൾ ഞങ്ങളുടെ ഞങ്ങളുടെ ഒക്കെ വരാം. ഞങ്ങളുടെ, നമ്മൾ, നമ്മളുടെ, വി ആർ അതാണ് യൂസ് ചെയ്യുന്നത്. ഈ ചിലരൊക്കെ ഇങ്ങനെ സ്റ്റേറ്റസ് ഇടുന്ന സമയത്തൊക്കെ അസന്നിടുന്നതിന് പകരം വീന്നിട്ടിട്ടൊരു ഹാർട്ടൊക്കെ അസന്നിടുമ്പോൾ അത് ഞങ്ങൾ എന്നുള്ള അർത്ഥം മനസ്സിലായി. വീന്നിടുമ്പോ പക്ഷേ like you know somehow it doesn't make sense because we is always a subject, right? അതുകൊണ്ടാണ് us ആണ് അവിടെ ഇടേണ്ടത്. ഞങ്ങൾ എന്നുള്ള അർത്ഥത്തിൽ us ആണ് ഇടേണ്ടത്. we are the object. So right, ഈ ക്വസ്റ്റ്യൻ കണ്ടപ്പോൾ എനിക്ക് അതാ ഓർമ്മ വന്നത്. ഓക്കെ, ഇനി ഞാൻ ചോദിക്കാം, the അല്ലെങ്കിൽ the എവിടെയൊക്കെയാണ് യൂസ് ചെയ്യുന്നത്? the or the is used in specific situations only. എന്തെങ്കിലും ഒരു പ്രോപ്പർ like how do you explain it? സ്പെസിഫിക് ആയിട്ടുള്ള സാധനങ്ങളുടെ കൂടെ. ഫോർ എക്സാമ്പിൾ ഈ പേന. ഓക്കെ, ഈ പേന നിനക്കും അറിയാം ഇത് എൻ്റെ പേനയാണ്, എനിക്കും അറിയാം ഇത് എൻ്റെ പേനയാണ്, ആ പേന ഇവിടെ ഇരിക്കുകയാണ്. ഓക്കെ, സോ ഐ എം ടെല്ലിങ് യു can you get me the pen? Get me the pen എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം ആ പേന തന്നെ വേണം. അപ്പം ഇവക്കും അറിയാം അത് ഏത് പേനയാണെന്ന്, എനിക്കും അറിയാം ഏത് പേനയാണെന്ന്. സെക്കൻഡ് പേഴ്സൺ ഇറ്റ്സ് ഓൾറെഡി നോൺ ടു ദ സെക്കൻഡ് പേഴ്സൺ. സെക്കൻഡ് പേഴ്സൺ അറിയാം അത് ഏത് പേനയാണെന്ന്. അല്ലെങ്കിൽ ഏതെങ്കിലും പേന വേണമെങ്കിൽ എനിക്ക് പറയാം, എനിക്ക് can I have a pen? Can I have a pen എന്ന് പറഞ്ഞാൽ മതി. എ പെൻ എന്ന് പറയുമ്പോൾ ഏതെങ്കിലും പേനകളിൽ ഒരെണ്ണം. പക്ഷെ ദ പെൻ അല്ലെങ്കിൽ ദ പെൻ എന്ന് പറയുമ്പോൾ സ്പെസിഫിക് ആയിട്ട് ഞാൻ ഒരു പേനയുടെ കാര്യം പറഞ്ഞത്. ഈ പർട്ടിക്കുലർ സാധനമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഫോർ എക്സാമ്പിൾ I can ask you, did you read the book?
റൈറ്റ് മേ ബി ഇറ്റ് മൈറ്റ് ബി എ ബുക്ക് ദാറ്റ് ഐ ഗേവ് ഹർ. ഞാൻ അവൾക്ക് കൊടുത്തൊരു പുസ്തകത്തിനെ കുറിച്ചായിരിക്കും ഞാൻ ചോദിക്കുന്നത്. എനിവേസ് അവൾക്കും അറിയാം എനിക്കും അറിയാം ഏത് പുസ്തകത്തിനെ കുറിച്ചാണ് ഞാൻ ചോദിക്കുന്നത്. ആ സിറ്റുവേഷനിലാണ് ദ യൂസ് ചെയ്യുന്നത്. ദെൻ വി യൂസ് ഇൻ ഫ്രണ്ട് ഓഫ് പ്രോപ്പർ നൗൺസ് ലൈക്ക് ദ, ലൈക്ക് ദ താജ് മഹൽ, ദ USA, ദ UK, അങ്ങനെ നമുക്ക് യൂസ് ചെയ്യാം. ഇനി റൈറ്റ് ഇതാണ് കുക്കീസാണ്. ലൈക്ക് ഈ ചോക്ലേറ്റ് ക്വസ്റ്റ്യൻസ് എന്ന് പറയും കെമിസ്ട്രി, ഓർഗാനിക് കെമിസ്ട്രി എൻട്രൻസ് എക്സാമിൽ നമുക്ക് എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് തരും. എൻട്രൻസ് എക്സാം അല്ല, എൻട്രൻസ് കോച്ചിങ്ങിന്റെ സമയത്ത് അതിന് ചോക്ലേറ്റ് ക്വസ്റ്റ്യൻസ് എന്നാ പറയുന്നത്. അതുപോലെ ചോക്ലേറ്റ് ക്വസ്റ്റ്യൻസ് ആണ് ഇതൊക്കെ. എനിക്ക് ഇഷ്ടപ്പെട്ട ക്വസ്റ്റ്യൻസ് ഞാൻ ഹാൻഡ് പിക്ക് ചെയ്ത് ആഡ് ചെയ്തേക്കാം. വാട്ട് യു വാണ്ട് എന്നതിന് പൊളൈറ്റ് ആയിട്ട് എന്ത് പറയും? I'm really sorry to say this, but what you want is wrong. What do you want? എന്നാലേ കാര്യം ഏതോ ഒരു സിനിമയിലുണ്ടല്ലോ വാട്ട് യു വാണ്ട്, അത് ഏതായിരുന്നു? ഏതോ ഒരു സിനിമയിലുണ്ട്. ഐ തിങ്ക് അതിൽ നിന്നാണെന്ന് തോന്നുന്നു ആളുകൾക്ക്, മലയാളികൾക്ക് സ്പെഷ്യലായിട്ട് ഈ ഒരു ഇത് കിട്ടിയുള്ള വാട്ട് യു വാണ്ട്. അതൊരു സിനിമയിലുണ്ട്, പക്ഷെ അതേത് സിനിമയാണെന്ന് ഞാൻ ഓർക്കുന്നില്ല. സോ ഇറ്റ്സ് വാട്ട് ഡു യു വാണ്ട് ആണ് ലൈക്ക് സാധനം. അത് ഇച്ചിരി പൊളൈറ്റ് ആയിട്ട് ചോദിക്കണമെങ്കിൽ you could just say how can I help you? What are you do you have any requirements? Do you need something? എന്താ വേണ്ടേന്ന് ചോദിക്കുന്നതിന് പകരം എന്തെങ്കിലും വേണോന്ന് ചോദിക്കുന്നത് കുറച്ചുകൂടെ what can I do for you is a really good one. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം ചോദിച്ചാൽ മതി കേട്ടോ, പൊളൈറ്റ് ആയിട്ട് ചോദിക്കാനായിട്ട്. സോ ഇഫ് എനിബഡി തിങ്സ് ദാറ്റ് വാട്ട് യു വാണ്ട് എന്നുള്ളത് കറക്റ്റ് ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് റോങ്. ഇറ്റ്സ് വാട്ട് ഡു യു വാണ്ട്, നിനക്ക് എന്താണ് വേണ്ടത്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചോ. Didn't he come? Haven't he come? അതാണ് ക്വസ്റ്റ്യൻ. സോ പലർക്കും ഉള്ളൊരു മിസ്കൺസെപ്ഷൻ ആണ് സെയിം ആണോ എന്നുള്ളത്. ബട്ട് സ്പോക്കൺ ഇംഗ്ലീഷിൽ വി ക്യാൻ യൂസ്, ബട്ട് പക്ഷേ ദ പ്രോബ്ലം ഇസ് രണ്ട് സിറ്റുവേഷനാണ്. ഞാനൊരു എക്സാമ്പിൾ പറയാം. ഇപ്പം നമ്മൾ മൂന്നുപേരാണല്ലോ എപ്പോഴും ഒരുമിച്ച് നടക്കുന്നത്, നീ ഞാനും ദിവ്യമോളും. അപ്പം നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് നിൽക്കല്ലേ. അപ്പം നമ്മൾ രണ്ടുപേരും കൂടി ഒരു കല്യാണത്തിന് പോയി. നമ്മൾ ആസിയുടെ കല്യാണത്തിന് പോയെന്ന് വിചാരിക്കും. ആസിയുടെ കല്യാണത്തിന് പോയി. അപ്പം നമ്മൾ രണ്ടുപേരും പോയി കല്യാണം കഴിഞ്ഞിട്ട് തിരിച്ചു വന്നിട്ട് നമ്മൾ പറയാം ദിവ്യ വന്നില്ലായിരുന്നല്ലേ. അപ്പൊ നീ ചോദിക്കാം അപ്പൊ ദിവ്യ വന്നില്ലേ എന്ന് ചോദിക്കാണ്. ആ സിറ്റുവേഷനിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഡിഡിൻ ഷീ കം അല്ലെങ്കിൽ ഡിഡിൻ ഷീ കം. ദിവ്യ ആയതുകൊണ്ട് ഡിഡിൻ ഷീ കം. അവിടെ സിറ്റുവേഷൻ എന്താന്ന് വെച്ചാൽ വരേണ്ട സമയവും സന്ദർഭമൊക്കെ കഴിഞ്ഞു പോയി. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ പറയുന്നത്. അത് പാസ്റ്റ് ടെൻസിലാണ്. അപ്പം ഇനി ദിവ്യക്ക് ആ കല്യാണത്തിലോട്ട് തിരിച്ചു വരാൻ പറ്റത്തില്ലല്ലോ, കല്യാണം കഴിഞ്ഞ് എല്ലാവരും പോയില്ലേ. സോ പാസ്റ്റ് ടെൻസിലുള്ള ഒരു സംഭവത്തിനെ കുറിച്ച് ഞാൻ അവള് വന്നില്ലേ എന്ന് ചോദിക്കുമ്പോഴാണ് അവിടെ ഡിഡിൻ ഷീ കം വരുന്നത്. പക്ഷേ നമ്മൾ കല്യാണ സ്ഥലത്ത് എത്തിയിട്ട് നമ്മൾ ദിവ്യയെ കാണാത്തപ്പോൾ നമ്മൾ അപ്പം തന്നെ ചോദിച്ചു ദിവ്യ ഇതുവരെ വന്നില്ലേ. അങ്ങനെ ചോദിക്കുമ്പോഴാണ് ഹാവിങ് ഷീ കം എന്ന് നമ്മൾ ചോദിക്കുന്നത്. അതായത് ദിവ്യക്ക് ഇനി വരാൻ സമയമുണ്ട് കല്യാണത്തിന്. സോ ഇറ്റ്സ് ഇൻ ദ പ്രസന്റ്. ഓക്കെ, അടിപൊളി എക്സ്പ്ലനേഷൻ, എനിക്ക് ഇഷ്ടപ്പെട്ടു. അടുത്തത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ. ഐ വിൽ ആസ്ക് യു, സോ വാട്ട് എന്നതിന് എന്താണ് മറുപടി പറയാ? എന്ത് മറുപടി പറയാം? ഈ ശരി, സോ വാട്ട് എന്നാ പറയാ അതിന്? അങ്ങനെ നമ്മൾ ചോദിക്കില്ലേ, അതാണ് ഈ സോ വാട്ട് എന്ന് പറയുന്നത്. അപ്പൊ അതിന് നമ്മൾ എന്ത് മറുപടി കൊടുക്കാനാ? അത് എന്താ സിറ്റുവേഷൻ? ഇപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് വിശക്കുവാണ്, അപ്പൊ എന്റെ കൂട്ടുകാരൻ പറഞ്ഞു സോ വാട്ട്, അതിനെന്താ മറുപടി കൊടുക്കണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് പറയാം ഐ നീഡ് ഫുഡ് എന്ന് പറയാം. അങ്ങനെ ഒരു മറുപടി കൊടുക്കാം. അല്ലെങ്കിൽ ഞാൻ എന്നോട് ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ, ഐ വാസ് ജസ്റ്റ് ടെല്ലിങ് യു എന്ന് പറയാം. അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയാം. പക്ഷെ ഇവിടെ സിറ്റുവേഷൻ കൊടുത്തിട്ടില്ല. ലുക്ക്, നമ്മൾ മലയാളത്തിലായാലും ഇപ്പം ഞാനൊരു മലയാളി അല്ലാന്ന് വിചാരിക്കും, നോൺ മലയാളിയാണ്. ഞാൻ വന്ന് ചോദിക്കും ഈ അയിന് എന്ന് പറഞ്ഞാൽ എന്ത് മറുപടി കൊടുക്കും എന്ന് ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിനൊരു മറുപടി ഉണ്ടോ? ഇല്ല. എന്താണോ സിറ്റുവേഷൻ അത് ബേസ് ചെയ്ത് മറുപടി കൊടുക്കാന്നേ പറയാൻ പറ്റുള്ളൂ. Same. But it's an interesting question. It's an interesting question. Yes. I am glad people think on this level. Okay. So, ഇത്രയേ ഉള്ളൂ. We've covered how many questions today? 14 questions. Look, 15 end ചെയ്യുന്നത് നമ്മൾ 14 questions end ചെയ്തു. We always end in a very odd number അല്ലേ, ഇത് ഈവൻ അല്ലേ, ബട്ട് സ്റ്റിൽ ഇൻ എ വെരി വിയേർഡ് വേ. അല്ല, സാധാരണ 5 അല്ലെങ്കിൽ 10 അല്ലെങ്കിൽ 15 ആണ്. നമ്മൾ 11 എപ്പോഴും എൻഡ് ചെയ്യുന്നത്, ഇന്ന് 14 ഇന്ന് ഈവൻ നമ്പറാണ്. പക്ഷെ എന്നാലും okay, so that was that. Thank you for watching us. Thank you for being with us. പിന്നെ for watching the whole video. ഇത് ആരെങ്കിലും മുഴുവൻ കണ്ടിട്ടുണ്ടെങ്കിൽ thank you for watching the whole video. And ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് our channel and also share this video with your loved ones. പിന്നെ അതുപോലെ തന്നെ
ഇംഗ്ലീഷ് മിത്രയുടെ സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാൻ നിങ്ങൾ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. കൗൺസിലറുമായിട്ട് ബന്ധപ്പെട്ട് കോഴ്സിനെ കുറിച്ചുള്ള ഡൗട്ട്സും ഡീറ്റെയിൽസും ഒക്കെ ക്ലിയർ ചെയ്തതിന് ശേഷം അഡ്മിഷൻ എടുക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ട്, നിങ്ങൾക്ക് പറ്റിയൊരു കോഴ്സാണെന്ന് തോന്നുവാണെങ്കിൽ മാത്രം അഡ്മിഷൻ എടുക്കുക. മറ്റൊരു FAQ സെഷനിൽ കാണുന്നത് വരെ, ദിസ് ഇസ് രേവതി കൃഷ്ണൻ ആൻഡ് അക്സ അബ്രഹാം സൈനിങ് ഓഫ് ഫ്രം ഇംഗ്ലീഷ് മിത്ര. താങ്ക് യു. ഇംഗ്ലീഷ് മിത്ര വാട്സ്ആപ്പ് വഴി നൈസായി ഇംഗ്ലീഷ് പഠിക്കാം. ഇഷ്ടമുള്ള സമയത്ത് ഏതു പ്രായത്തിലും കട്ട സപ്പോർട്ടുമായി പേഴ്സണൽ ട്രെയിനർ, 1-to-1 ട്രെയിനിങ്. തിരഞ്ഞെടുക്കാൻ ബേസിക്, ഇന്റർമീഡിയറ്റ്, അഡ്വാൻസ്ഡ് എന്നീ ഓപ്ഷനുകൾ. നിങ്ങൾക്കും പഠിക്കേണ്ടേ? ഉടൻ കോൺടാക്ട് ചെയ്തോളൂ ഇംഗ്ലീഷ് മിത്ര.